സംസ്ഥാനത്തെ സ്കൂളുകളിൽ പിൻബഞ്ച് സമ്പ്രദായം ഒഴിവാക്കിയാലോ എന്ന ഒരാലോചന തുടങ്ങി വെച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ക്ലാസ് മുറികളിൽ അർദ്ധവൃത്താകൃതിയിൽ ഇരിപ്പിടമൊരുക്കാം എന്നാലോചിക്കുകയാണ്. പക്ഷേ ഇക്കാര്യം ഒന്നും ഉറപ്പിച്ചിട്ടില്ല. മികച്ച മാതൃക കണ്ടെത്താൻ വിദഗ്ധരടങ്ങിയ സമിതിയെ നിയോഗിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത്. വാർഷിക പരീക്ഷ കഴിഞ്ഞുള്ള അവധി ജൂൺ ജൂലൈ മാസത്തിലേക്ക് മാറ്റാനുള്ള മുൻ നിർദ്ദേശത്തിലും ചർച്ച സജീവമാണ്. മഴക്കാലത്തെ അവധികൾ അധ്യയനത്തെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇത് രണ്ടും RDX പരിശോധിക്കുന്നു. ആദ്യം RDX റാബ്രി. വിദ്യാർത്ഥി സൗഹൃദ വഴിയെ പുതുപാതയിലാണ് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ്. കൂടുതൽ വിദ്യാർത്ഥി സൗഹൃദ ആശയങ്ങൾ നടപ്പാക്കാനൊരുങ്ങുന്ന വാർത്തകൾ ദിവസേന വരുന്നു. അങ്കണവാടികളിലെയും സ്കൂളുകളിലെയും ഭക്ഷണ മെനു ബിർനാണി അടക്കം ഉൾപ്പെടുത്തി പരിഷ്കരിച്ചു. മധ്യവേനൽ അവധിക്കാലം വേണ്ടെന്ന് വെക്കുന്നതിനൊപ്പം ക്ലാസ് മുറികളിലെ പിൻബഞ്ച് സമ്പ്രദായം ഒഴിവാക്കാനും ആലോചന നടക്കുന്നു. ഒരു കുട്ടിയും പഠനത്തിലോ ജീവിതത്തിലോ പിന്നോട്ടു പോകാൻ പാടില്ല. എല്ലാ കുട്ടികൾക്കും തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുകയെന്നതാണ് ലക്ഷ്യമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നു. ക്ലാസ് മുറികളിലെ ഇരിപ്പിടങ്ങൾ പെട്ടെന്ന് അർദ്ധവൃത്താകൃതിയിലാക്കുക പ്രായോഗികമല്ല. KER ചട്ടമനുസരിച്ച് ഓരോ ഡിവിഷനുകളിലുള്ള കുട്ടികളുടെ എണ്ണവും ക്ലാസ് മുറികളുടെ വലുപ്പവുമാണ് പ്രശ്നം. വർഷപരീക്ഷ കഴിഞ്ഞുള്ള അവധി മഴക്കാലത്തേക്ക് മാറ്റുന്നതിൽ വലിയ ചർച്ച നടക്കുകയാണ്. ഏപ്രിൽ മാസത്തെ ചൂട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ജൂൺ ജൂലൈ മാസങ്ങളിലെ മഴ മൂലം ക്ലാസുകൾക്ക് അവധി നൽകേണ്ട സാഹചര്യം കൂടി വരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അവധി മാറ്റണമെന്ന ആലോചന. വിശദമായ ചർച്ചകൾക്ക് ശേഷം സമവായത്തിലൂടെയേ ഇതെല്ലാം നടപ്പാക്കൂ എന്നും സർക്കാർ പറയുന്നു. RDX റാപ്പ് ന്യൂസ് മലയാളം. ക്ലാസ് മുറികളിൽ നിന്ന് പിൻബഞ്ച് സമ്പ്രദായം മാറ്റാൻ ആഗ്രഹിക്കുന്നു എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. അനുയോജ്യമായ മികച്ച മാതൃക കണ്ടെത്താൻ വിദഗ്ധരടങ്ങുന്ന സമിതിയെ നിയോഗിക്കും. ബാക്ക് ബഞ്ച് സംവിധാനം വിദ്യാർത്ഥികളുടെ പഠനത്തെയും ആത്മവിശ്വാസത്തെയും ബാധിച്ചേക്കാം. ഇരിപ്പിട ക്രമീകരണത്തിൽ പുനർവിചിന്തനം വേണം എന്നുമാണ് വിദ്യാഭ്യാസ വിചക്ഷണർ പറഞ്ഞത്. ക്ലാസ് മുറികളിൽ അർദ്ധവൃത്താകൃതിയിൽ ഇരിപ്പിടം ഒരുക്കാനാണ് ആലോചന. U ആകൃതിയിൽ ഇരിപ്പിടം ഒരുക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ പരിഗണനയിലാണ്. എല്ലാ കുട്ടികൾക്കും അധ്യാപകരുടെ ശ്രദ്ധ ഒരുപോലെ കിട്ടും എന്നാണ് പ്രതീക്ഷ. പുതിയ സ്കൂൾ കെട്ടിടത്തിൽ ആവശ്യത്തിന് സൗകര്യമുണ്ട് എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത്. 1 മുതൽ 10 വരെ ക്ലാസ് മുറികളുടെ ഘടന 6 മീറ്റർ വീതം നീളത്തിലും വീതിയിലുമാണ്. ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ക്ലാസ് മുറികൾ 9 മീറ്റർ നീളത്തിലും 6 മീറ്റർ വീതിയിലുമാണ്. കുട്ടികളുടെ എണ്ണവും ക്ലാസ് മുറികളുടെ വലുപ്പക്കുറവും U ആകൃതിയിൽ ഇരുത്താൻ ബുദ്ധിമുട്ടാകും. കുട്ടികൾ കുറവുള്ള ഡിവിഷനുകളിലെ നടപ്പാക്കാനാകൂ എന്നാണ് അധ്യാപകർ ഇതേക്കുറിച്ച് പറയുന്നത്. വിദ്യാർത്ഥികളെ കുത്തി നിറച്ചുള്ള HSS ക്ലാസുകളിലും നടപ്പാക്കുക പ്രായോഗികമല്ല. 7 ജില്ലകളിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ജംബോ ബാച്ചുകൾ എന്നുള്ള വിമർശനം ഇപ്പോൾ തന്നെയുണ്ട്. കൊട്ടാരക്കരയിലെ ഒരു സ്കൂളിൽ പിൻബഞ്ച് ഒഴിവാക്കി. നല്ല സമ്പ്രദായമാണ് എന്നാണ് അവിടെ അഭിപ്രായം. പഞ്ചാബിലെ ചില സ്കൂളുകളിൽ പിൻബഞ്ച് ഒഴിവാക്കി. തമിഴ്നാട്ടിലും ഇത് നടപ്പാക്കാനുള്ള തീരുമാനത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഈ മൺസൂൺ വെക്കേഷൻ്റെ കാര്യത്തിലും ഇങ്ങനെയുള്ള ചില കൺഫ്യൂഷൻസ് ഉണ്ട്. സംസ്ഥാനത്തെ സ്കൂളുകളിൽ നിലവിൽ കൊല്ലാവധി ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് അവധി മാറ്റാമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശം വന്നു. പരീക്ഷയ്ക്ക് ശേഷം മെയ് 31 സ്കൂളുകൾ അടച്ച് ഓഗസ്റ്റ് 1 തുറക്കും വിധമാണ് ക്രമീകരണം. മന്ത്രിയുടെ നിർദ്ദേശത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും പുറത്തും വലിയ ചർച്ച നടന്നു. കൊല്ലപരീക്ഷ അവധിയിൽ പരീക്ഷണത്തിൽ സർക്കാർ മുമ്പ് മുതിർന്നത് 1970-ലാണ്. ഏപ്രിലിലെ അവധിക്ക് ശേഷം മെയ് 4 സ്കൂൾ തുറന്നു. ജൂൺ 19 വീണ്ടും അടച്ചു. ഓഗസ്റ്റ് 3 സ്കൂളുകൾ വീണ്ടും തുറന്നു. അധ്യയനം താളം തെറ്റി എന്നായിരുന്നു അന്നത്തെ പരാതി. 1971 അധ്യയന വർഷം വേനൽ അവധി ഏപ്രിൽ മെയ് ആക്കി പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഇതിന് ചില എതിർവാദങ്ങളൊക്കെ ഉണ്ട്. ഈ ആലോചനകൾക്ക് സംസ്ഥാനത്തെ അക്കാദമിക് കലണ്ടർ പുനഃക്രമീകരിക്കേണ്ടി വരും. ഏപ്രിൽ മെയ് മാസത്തെ അവധി മാറ്റം കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കും എന്നുള്ള വിമർശനമുണ്ട്. കടുത്ത ചൂടും ജലക്ഷാമവും നിർജ്ജലീകരണവും സൂര്യാതപവും തിരിച്ചടിയാകും. കുട്ടികളുടെ ജീവന് പോലും ഭീഷണിയായേക്കുമെന്നും ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പുണ്ട്. മഴക്കാലമായതിനാൽ കുട്ടികൾ വീട്ടകങ്ങളിൽ അടയ്ക്കപ്പെടും എന്നുള്ള വാദവും ഉയർന്നിട്ടുണ്ട്. അവധിക്കാല സർഗാത്മക പ്രവർത്തനങ്ങളെ ബാധിക്കാനിടയുണ്ട് എന്നാണ് വിമർശനം. അധ്യയന വർഷം തുടങ്ങിയ ആദ്യ ആഴ്ചകളിൽ മഴ മൂലം ക്ലാസുകൾ തടസ്സപ്പെടുന്നു. തുടർച്ചയായ അവധികൾ വിദ്യാർത്ഥികളുടെ പഠനത്തെ സാരമായി ബാധിക്കുന്നു. പാഠഭാഗങ്ങൾ കൃത്യമായി തീർക്കാൻ അധ്യാപകർ ബുദ്ധിമുട്ടുന്നു. മഴക്കാലത്ത് കുട്ടികൾക്കിടയിലെ രോഗവ്യാപനം തടയാൻ അവധി മാറ്റം സഹായിക്കും. സ്കൂൾ സമയത്തിലും മാറ്റം വേണം എന്നുള്ളതൊക്കെയാണ് ആവശ്യങ്ങളായി ഉയരുന്നത്. അധ്യയനം 8 മുതൽ 2 വരെയാക്കണം. അധ്യയന ദിവസങ്ങൾ നഷ്ടപ്പെടുന്നതിനാൽ അവധി 45 ദിവസമാക്കി ചുരുക്കണമെന്നൊക്കെയുള്ള ആവശ്യങ്ങളും ഉയരുന്നുണ്ട്. സനീഷ്, ഇതിപ്പോൾ എളുപ്പത്തിൽ പ്രായോഗികമാക്കാൻ പറ്റുന്ന നിർദ്ദേശങ്ങളല്ല. പക്ഷേ സ്വാഭാവികമായും അതിനോട് അനുകൂലമായി പ്രതികരിക്കുന്നവർ വളരെയേറെ ഉണ്ട് ഈ നിർദ്ദേശങ്ങളോടൊക്കെ. സ്വാഭാവികമായും ഇപ്പോൾ ബാക്ക് ബെഞ്ചേഴ്സ് എന്നുള്ള പ്രയോഗവും
സ്ഥിരമായി ഉഴപ്പന്മാരെ കൊണ്ടുപോയി ബാക്ക് ബെഞ്ചിൽ ഇരുത്തുന്നു എന്നുള്ള പ്രശ്നവും, പൊക്കം കൂടുതലാണെങ്കിൽ എല്ലാ കാലത്തും ബാക്ക് ബെഞ്ചിൽ ഇരിക്കേണ്ടി വരുന്നു എന്നുള്ള പ്രശ്നവും ഒക്കെ ഒഴിവാക്കാൻ വണ്ണമുള്ള ഒരു ആലോചന ഉണ്ടായാൽ കൊള്ളാം എന്ന് ചിലർ പറയുന്നുണ്ട്. പക്ഷേ നമ്മളുടെ സ്കൂളുകളിലെ കുട്ടികളുടെ എണ്ണം, ക്ലാസ് റൂമുകളുടെ വലിപ്പം, ഇതൊക്കെ കൊണ്ട് അത്ര എളുപ്പത്തിൽ പ്രായോഗികമാകുന്ന കാര്യമല്ല. അത് മാത്രമല്ല, ആകൃതിയിൽ ഇരുത്തിയാൽ തന്നെ എത്രത്തോളം ഈ എല്ലാ വിദ്യാർത്ഥികളിലേക്കും അധ്യാപകരുടെ ശ്രദ്ധ കിട്ടുമെന്നുള്ള സംശയം വേറെ നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഈ അവധിയുടെ കാര്യത്തിലാണെങ്കിലും. ഇപ്പോൾ ലോകത്ത് മുഴുവൻ ഞാനിപ്പോൾ പരിശോധിച്ചപ്പോൾ പല സ്ഥലങ്ങളിലും ഈ കുറേ കൂടി വിദ്യാഭ്യാസ സമ്പ്രദായമൊക്കെ കുറേ കൂടി മെച്ചപ്പെട്ട തലത്തിൽ പോകുന്ന രാജ്യങ്ങളിലടക്കം അവിടെ ഈ അവധി തീരുമാനിക്കുന്നത് തീർച്ചയായും അവിടുത്തെ വേനൽക്കാലത്തോ തരക്കേടില്ലാതെ കുട്ടികൾക്ക് യാത്ര ചെയ്യാനും വിനോദങ്ങളിൽ ഏർപ്പെടാനും പറ്റുന്ന ഒരു കാലാവസ്ഥയൊക്കെ ഉള്ള സമയത്താണ്. അത് മഴക്കാലത്തേക്ക് മാറ്റിയാൽ അത് കൂടുതൽ കുഴപ്പമാവില്ലേ എന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. സനീഷ് എന്താ തോന്നുന്നു? അതായത് ഇതിനകത്ത് ഈ വട്ടത്തിലിരിക്കുക എന്നുള്ളത് ഒട്ടും പ്രായോഗികമല്ല എന്നാണ് എനിക്ക് നമ്മളൊക്കെ സ്കൂളിൽ ഇരുന്ന കാലം വെച്ച് നോക്കുമ്പോൾ തോന്നിയത്. ഞങ്ങളിപ്പോൾ നമ്മുടെ ക്ലാസ്സിനകത്ത് ഇങ്ങനെ ഇട്ടിരിക്കുന്ന ബെഞ്ചിലാണല്ലോ നമ്മൾ ഇരിക്കുന്നത്. അത് ഉറപ്പായിട്ടും ഈ മട്ടിൽ ഇടാൻ പറ്റില്ല. കാരണം ആ ക്ലാസ്സിനകത്ത് എൻ്റെ ഓർമ്മയിലെ സ്കൂളിൽ പന്തക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലാസ്സിൽ ഈ പറഞ്ഞ പരിപാടി എന്തായാലും നടക്കില്ല. പിന്നെ ഞാൻ എപ്പോഴും ബാക്ക് ബെഞ്ചറായിരുന്നു. ഈ പറയുന്ന നന്നായി പഠിക്കുമായിരുന്നു കേട്ടോ, അതുകൊണ്ടല്ല, ഞാൻ നല്ല ഉയരമുള്ള ആളായതുകൊണ്ട് പിന്നിലായിരുന്നു എപ്പോഴും. പക്ഷേ അങ്ങനെ കാലങ്ങളായിട്ട് അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ അങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഒരു വളരെ ഗൗരവതരമായിട്ടുള്ളൊരു പോസ്റ്റ് കണ്ടത് അധ്യാപകനായിട്ടുള്ള എഴുത്തുകാരനായിട്ടുള്ള വൈശാഖൻ തമ്പി ഇപ്പോൾ അല്പം മുമ്പ് എഴുതിയാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഈ ബാക്ക് ബെഞ്ചിൽ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളത് ഒഴിവാക്കുക തന്നെ വേണം എന്ന് പറയുമ്പോൾ തന്നെ വളഞ്ഞ വരിയിലിരുന്നാൽ ഒരു 15 മിനിറ്റിൽ കൂടുതൽ ഒരേ സ്ഥലത്തേക്ക് ചെരിഞ്ഞ് നോക്കി, നമ്മളിപ്പോൾ അധ്യാപകരെ നോക്കാൻ ഏതെങ്കിലും കുറച്ച് ആളുകളെങ്കിലും ചെരിഞ്ഞ് നോക്കണം. ഒരേ സ്ഥലത്തേക്ക് ചെരിഞ്ഞ് നോക്കിയിരുന്നാൽ 15 മിനിറ്റ് കൂടുതൽ ഒരേ സ്ഥലത്തേക്ക് ചെരിഞ്ഞ് നോക്കിയിരുന്നാൽ മിക്കവാറും കഴുത്തിലെയും കണ്ണിലെയും പേശികൾക്ക് റിപ്പിറ്റേറ്റീവ് സ്ട്രെയിൻ ഇഞ്ചുറി എന്ന പ്രശ്നം ഉണ്ടാകും. കുറേ പേർ അങ്ങനെ വളഞ്ഞ വരിയിൽ ഇരിക്കുന്ന ചിത്രം നോക്കിയാൽ ഇങ്ങനൊരു ബുദ്ധിമുട്ടുള്ളതായി തോന്നില്ലെങ്കിലും അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് നോക്കിയാൽ ആർക്കും അത് ബോധ്യപ്പെടും. ബാക്ക് ബെഞ്ച് എന്ന ബ്രാൻഡിങ്ങുള്ള പ്രശ്നം ഒഴിവാക്കാൻ ബാക്ക് ബെഞ്ച് തന്നെ ഒഴിവാക്കണമെന്നില്ലല്ലോ, സ്ഥിരമായി ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന ചിലർ എന്ന അവസ്ഥ ഒഴിവാക്കിയാൽ പോരെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇങ്ങനെ ഇരിക്കുമ്പോൾ സൈഡിലിരിക്കുന്ന ആളുകൾ അധ്യാപകരെ നോക്കും, നമ്മൾ വരിയിലിരിക്കുന്ന പോലെയല്ല അധ്യാപകരെ നോക്കാൻ പറ്റുക. അതൊരു പ്രശ്നമുണ്ട്. എന്ന് മാത്രമല്ല ഈ സ്ഥല സൗകര്യവും പ്രശ്നമാണ്. ഈ യൂണിവേഴ്സിറ്റികളിലും വലിയ കോളേജുകളിലും ഒക്കെ ഒരു ആംഫി തിയേറ്റർ സ്വഭാവത്തിലുള്ള അത് തിരക്കേടില്ല. അത് അങ്ങനെ അത്രമാത്രം സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാം എന്നേ ഉള്ളൂ. അതിൽ ഈ പറഞ്ഞ ആലോചനകൾ കൂടെ നടത്തണം. ആളുകൾക്ക് കംഫർട്ടബിൾ ആയുള്ളൊരു സ്പേസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. രണ്ടാമത്തേത് ഈ അവധി മാറ്റുന്നത് ആദ്യ ദിവസം ചർച്ചക്കെടുത്തപ്പോൾ എനിക്ക് വലിയ കൺഫ്യൂഷനായിരുന്നു. നല്ലതാണല്ലോ എന്ന് തോന്നലുണ്ടായി. പക്ഷേ പിന്നീട് ആലോചിച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത കാലത്താണ്, ഈ പറയുന്ന അത്രക്ക് മാത്രം ചൂടൊക്കെയുള്ള സമയത്താണ് ഈ അവധി വരിക. അപ്പോൾ അത് അത്രമാത്രം മഴ പെയ്യുന്ന സമയത്താണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊരു കൂടുതൽ ബുദ്ധിമുട്ടല്ലേ ഉണ്ടാവുക. കാരണം അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുന്നില്ല, നോർമലി ഫോണൊക്കെ കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന ഒരു കാലാവസ്ഥ നന്നായിരിക്കുന്ന സമയത്ത് കുട്ടികളങ്ങ് പോയി കളിക്കുന്നില്ല എന്നല്ല. കുറച്ച് വെയിലൊക്കെ ഈ പറയുന്ന നമ്മുടെ വെയിൽ ഭയങ്കര ആഘാതം ഉണ്ടാക്കുന്ന വെയിലാണ്, ഇപ്പോൾ ചൂടാണ്. പക്ഷേ കുറച്ചുകൂടി മുതിർന്നാൽ ഒട്ടും വെയിൽ കൊള്ളാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ആ പ്രായത്തിൽ കുറച്ച് വെയിലൊക്കെ വന്ന് ദേഹത്ത് പതിക്കുകയും പുറത്തേക്ക് ഇറങ്ങുന്നതൊക്കെ അല്ലേ നല്ലതെന്നുള്ള രണ്ടാമത്തെ ചിന്തയാണ് എനിക്കിപ്പോൾ ഉള്ളത്. പക്ഷേ ഒരു കാര്യമുണ്ട്, പരിഷ്കാരം കൊണ്ടുവരാനുള്ള ആലോചനകൾ ഉറപ്പായിട്ടും വേണം. എല്ലാ കാലത്തും എല്ലാം ഇങ്ങനെ അങ്ങ് പോകട്ടെ, ഒരേ രീതിയിൽ പോകട്ടെ എന്നത് ഒട്ടും സുഖകരമായ കാര്യമല്ല. ഇതിന് ഇങ്ങനെ ചിന്തിച്ച ശിവൻകുട്ടിയെയും വകുപ്പിനെയും അഭിനന്ദിക്കുക തന്നെയാണ് വേണ്ടത്. കാരണം ഒരേ ട്രാക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് മാറി ചിന്തിച്ചു നോക്കുക എന്നുള്ളത് വലിയ ആലോചനകൾ കൊണ്ടുവന്ന് തരും. അത് ഏതായാലും വിദ്യാഭ്യാസ വകുപ്പ് വളരെ ഗംഭീരമായ ഒരു കാര്യമാണ് ചെയ്തത്. പക്ഷേ ആലോചന നന്നായിട്ട് വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. രാജ്യത്തിന് മാതൃകയാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല. ഇന്ത്യ മാതൃകയായി കണ്ട് പകർത്തിയ ഏറെ നല്ല നടപ്പ് ശീലങ്ങൾക്കും ആശയരൂപമായതും തുടങ്ങി വെച്ചതും ഇവിടെയൊക്കെ തന്നെയാണ്. ദേശീയ നിലവാരത്തിനും എത്രയോ ഉയരെയാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ പൊതുവിദ്യാലയങ്ങളുടെ ഒക്കെ നിലവാരവും സൗകര്യവും ഒക്കെ. മാറിയ കാലത്തിന് പക്വമാകും വിധം ശരികളെ കൂടുതൽ ശരികളാക്കി പുതുക്കി പരിഷ്കാരങ്ങൾക്ക് ആലോചന തുടങ്ങിയിരിക്കുന്നു സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ്. പിൻബഞ്ച് ഒഴിവാക്കൽ എന്ന ചിന്ത തന്നെ കയ്യടി അർഹിക്കുന്നുണ്ട്. കൊല്ലാവധി മാറ്റിവയ്ക്കൽ വളരെ ചിന്തിച്ചെടുക്കേണ്ട ഒരു തീരുമാനവുമാണ്. അക്കാഡമിക് കലണ്ടർ അടക്കം പുനഃക്രമീകരിക്കേണ്ടി വരും. വിശദമായ ചർച്ചകൾക്കും പഠനങ്ങൾക്കും ശേഷമാകും മാറ്റങ്ങൾ വേണമെങ്കിൽ അത് നടപ്പാക്കുക എന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുമുണ്ട്. പരിഷ്കരണങ്ങൾക്ക് കേരളം അനുകൂലമാണെങ്കിൽ RDXനും മറിച്ചൊരു അഭിപ്രായമില്ല. RDX ഇന്നിവിടെ പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.